ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പത്തനംതിട്ടയിലെത്തും. ജില്ലാ സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പത്മജ, വേണുഗോപാൽ, PC ജോർജ് തുടങ്ങിയ നേതാക്കൾ വേദിയിലെത്തി. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ എത്തുന്ന പ്രമാടത്തുനിന്ന് CK അഭിലാൽ ചേരുന്നു. ഇപ്പോൾ അഭിലാൽ, എപ്പോഴത്തേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും? ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുക? മോദി അടുത്ത ഒരു 15 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ പ്രമാട വിൻഡോ സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന കെട്ടിടത്തിന് മുൻവശത്തുള്ള വലിയ ഗ്രൗണ്ടിലായിരിക്കും ഹെലികോപ്റ്ററുകൾ ഇറങ്ങുക. 3 ഹെലികോപ്റ്ററുകളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഞാൻ ഈ നിൽക്കുന്ന റോഡിൻ്റെ പരിസരത്ത് കൂടിയാണ് കടന്നു പോവുക. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് ഇവിടെ നിന്ന് ഏറെക്കുറെ 3 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. 15 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ഇവിടെ നിന്നും പുറപ്പെട്ടാൽ 15 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. റോഡിൻ്റെ എല്ലാ ഇടങ്ങളിലും ഓരോ 50 മീറ്റർ വ്യത്യാസത്തിലും പോലീസുകാരുടെ പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഇട റോഡിൽ നിന്നും വാഹനങ്ങൾ പ്രധാനപ്പെട്ട റോഡിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള കരുതൽ എല്ലാ മേഖലയിലുമുണ്ട്. പ്രധാനപ്പെട്ട ഇട റോഡുകളൊക്കെ തന്നെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് പോലീസ്. ഒപ്പം തന്നെ എല്ലായിടത്തും പോലീസിൻ്റെ ശ്രദ്ധയും വന്നിട്ടുണ്ട്. SPG ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത്. 15 മിനിറ്റ് സമയത്തിനുള്ളിൽ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറെക്കുറെ 45 മിനിറ്റ് സമയമായിരിക്കും അദ്ദേഹം വേദിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. BJPയുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ച ശേഷമുള്ള സംസ്ഥാനത്ത് തന്നെ ആദ്യ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. മറ്റൊന്ന്, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഒരാളുടെ മകൻ മത്സരിക്കുന്ന അനിൽ ആന്റണി മത്സരിക്കുന്ന മണ്ഡലം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പ്രത്യേകതകളുള്ള ഒരു മണ്ഡലത്തിലേക്കാണ് പ്രധാനമന്ത്രി പ്രചാരകനായി എത്തിച്ചേരുന്നത്. നാളെ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഈ പരിപാടിയുടെ ഭാഗമാകാനായി ആലപ്പുഴ, അതോടൊപ്പം തന്നെ കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ നിന്നായി 10,000 പ്രവർത്തകർ രാവിലെ തന്നെ വേദിയുടെ സമീപത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏറെക്കുറെ 1:30 പ്രധാനമന്ത്രി എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.